to Giggly Cow. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുള്ളത് എവിടെയാണ്? കരിപ്പൂർ എയർപോർട്ട്. അവിടെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇന്ന് ഞങ്ങളുടെ എളാമ ഉമ്മന്റെ അനിയത്തി ഗൾഫിൽ നിന്ന് വരികയാണ്. ഒമാനിലായിരുന്നു ഒരു വരികയാണ്. അപ്പോൾ ഓരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫാമിലിയൊക്കെ അവിടെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. മീൻസ് എൻ്റെ ഫാമിലി ഒരു പിക്ക് ചെയ്യാൻ ഞങ്ങളെല്ലാവരും കൂടെ വന്നതാണ്. ഉമ്മ ഉണ്ട്, ഉമ്മമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാണ് വന്നൂര് അവളെ എവിടെ കണ്ടു? അതിന്റെ അകത്ത് കണ്ടു അല്ലേ? അവളതിലൂടെ പെട്ടിയെടുക്കാൻ പോയിട്ടുണ്ട്. തത്സമയം ദൃശ്യങ്ങൾ ക്യാമറാമാൻ റീനോടൊപ്പം കൃഷ്ണ പറയും. അവള് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. സ്റ്റിൽ വെയിറ്റിംഗ്. ആ കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. അതെ, ഇവൾ ആദ്യമായിട്ടാണ് കുട്ടിയെ കാണാൻ പോകുന്നത്. വരുന്ന വഴി ഭയങ്കര ബ്ലോക്കായി. ഓക്കെയല്ല, ഞങ്ങൾ വിചാരിച്ചു നേരെ വഴുകിയോള് ഇവിടെ വരുന്നോള് പോയിണ്ടാവോന്ന് വിചാരിച്ചു. ഓളിനിയിപ്പോ വന്നാലും എന്താ നേരെ ഞങ്ങളുടെ വീട്ടിലേക്കല്ല, ഓള് ഹസ്ബൻഡ് വീട് എവിടെ? നിലമ്പൂര്. എന്തെടുക്ക് പറയാ? ആരെ വെയിറ്റ് ചെയ്യണേ? ബേബി ആന്റിനെ വെയിറ്റ് ചെയ്യണേ. നീ കണ്ടു ബേബി ആന്റിനെ അവിടെ അകത്തുനിന്ന് കണ്ടോ? അതെ, ഞങ്ങൾ കണ്ടെത്തിയ പുതിയൊരു സത്യമാണ്. എയർപോർട്ട് ഇവിടെ മൊത്തത്തില് ഉള്ളാകത്തുള്ള എല്ലാവരും ഇവരെ കാണാനില്ല. എവിടെയാ അവർ? ഇനിയിപ്പോ നമ്മളകത്ത് കയറിയിട്ട് സെർച്ച് ചെയ്യേണ്ടി വരുമോ? അല്ല, അതും അവരല്ല. കാണുമ്പോ തന്നെ ആര് ഇത് നമ്മളറിയൂല. പിന്നെ തീരെ അറിയില്ല. ഞങ്ങൾക്ക് ഫോണിലെങ്കിലും കണ്ടിക്കണം. ഫോണിലും കണ്ടില്ല. ആക്ച്വലി നമ്മളിപ്പോ പൊതുവെ കണ്ടിട്ടുള്ളത് ഈ ഒരു ടൈമിലൊക്കെ ആളുകൾ ഇങ്ങനെ ഇവിടെ തിങ്ങി തിരക്ക് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഭയങ്കര ക്രൗഡായിട്ടായിരിക്കും ഇവരെ സ്വീകരിക്കാൻ ആൾക്കാർ. നമ്മൾ വന്ന സമയത്ത് ഉണ്ടായിരുന്നു, അത്ര ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പോ ഞങ്ങള് മാത്രം ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇപ്പോ. വരുന്നുണ്ടോ? അങ്ങനെ ഈ അറൈവല് ഞങ്ങൾക്ക് മാത്രമുള്ള ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഫാമിലി മാത്രം ഇവിടെ അറൈവിങ്ങില് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനി അവൾക്ക് പിന്നെ ഇനി അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മളെ ഫാമിലി ക്രൗഡിന്റെ ഇടയിൽ നമ്മളെ ഫാമിലി അങ്ങനെ തരേണ്ടി വരും. ഇതിപ്പോ ഡയറക്ട്ലി നമ്മൾ തന്നെ ഫാമിലി മാത്രം. ആകാംക്ഷയുടെ നിമിഷങ്ങൾ. പിന്നെ കേട്ടോ ആകാംക്ഷ ഇപ്പോൾ പോയോന്നാണ്. അതെ, നീ വേറെ വഴി കൂടെ ഒക്കെ ഇറങ്ങി പോയോന്നുള്ളതാണ് ഡൗട്ട്. അങ്ങനെ എല്ലാരും ഇറങ്ങിപ്പോയി, ഇവിടെ എല്ലാവരും പോയി. ഇപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ. അതാ ആ കാക്കിണ്ട് കേട്ടോ. നമ്മൾ വരുമോ? ഇല്ല, ഇതിലൂടെ തന്നെ വരിക. എത്തിയിരിക്കുന്നു.
ഓലെ കല്യാണത്തിന് വേണം. ടാറ്റാ ഞാനില്ല. എനിക്ക് തരാനില്ലോ എനിക്ക് ആരെന്നല്ല എവിടെ അപ്പൊ ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് പോയി ഞങ്ങൾ പോവാണ്. അപ്പൊ ഗൈസ് ഓര് വന്നു, ഓര് വീട്ടിൽ പോയി. ഇനി 2 ദിവസം കഴിഞ്ഞാല് ഒരു നീ മോങ്ങത്തേക്ക് വരും. അപ്പൊ നീ ചിലപ്പോ നമ്മളെ വീഡിയോയിൽ ഇനി ഓരും ഉണ്ടാവും. എന്നാലൊരു ഞങ്ങളോട് വന്നിട്ട് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ മുൻപിൽ പാർക്ക് ചെയ്യും. എന്താ പറഞ്ഞാല് ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാല് 500 രൂപ ഫൈൻ ഉണ്ട് എന്ന്. സോ അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പൊ അവിടെ പറഞ്ഞത്. ഓക്കെ, എനിവേ അപ്പോ എന്താ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇനി ഓരോടെ അപ്പം നമ്മളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അള്ളാ നടക്കട്ടെ കേട്ടോ. അപ്പോ നമ്മുടെ വീടുകളിൽ ഓളുണ്ടാവും. പിന്നെന്താ, ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള എയർപോർട്ടാണ്. നമ്മുടെ വീട് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം. നമ്മളെ വീടിന്റെ അടുത്തുള്ള എയർപോർട്ടാണ് ഗൈസ് നമ്മുടെ ലാൻഡ്മാർക്ക്. ബൈക്കിനാണോ ഒരു പറയണ? അവിടെ ഒരു ബൈക്ക് കാണുന്നുണ്ട്. ബൈക്ക് അവിടെയാണ് മീൻസ് പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. അതുപോലെ നമ്മുടെ ചില സമയത്ത് മീൻസ് നമുക്ക് ചില മൂഡിനനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുന്നോ, രാത്രി 1 മണി 2 മണി 12 മണി അങ്ങനെ ഇന്ന ടൈമൊന്നുമില്ല. നൈറ്റ് ടൈമിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു ചായ കുടിക്കാൻ ഇറങ്ങും. അത് ഓൾമോസ്റ്റ് ഞങ്ങൾ ഇറങ്ങുന്നത് ഈ എയർപോർട്ടിലേക്ക് വരുന്ന ഒരു റോഡുണ്ട്. ആ ഏരിയയിൽ ഒരുപാട് ചായക്കടകൾ ഉണ്ട്, സ്നാക്സ് ഐറ്റംസ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ നൈറ്റ് ടൈമിൽ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ വരുന്ന അതിന് വേണ്ടിട്ടാണ് പറഞ്ഞത്. ബൈക്ക് കാണുന്നുണ്ട്, ചിലപ്പോ അതുകൊണ്ടാവാം വീണ്ടും. അപ്പോ നൈറ്റ് ടൈമിൽ ഞങ്ങൾ ഇറങ്ങുന്ന 2 സ്പോട്ടുകളിൽ ഒന്ന് ഈ എയർപോർട്ടും ഒന്ന് ബീച്ചുമാണ്. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഇറങ്ങും. ബീച്ചിൽ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ 4 മണി വരെ സുബൈക്കൊക്കെ തിരിച്ചു പോയ ടൈമുണ്ട്. രാത്രി ഇങ്ങനെ ചിലപ്പോൾ ഒരു 6 മണി 7 മണിക്കൊക്കെ വരും. അവിടെ ഇരിക്കും, ഓരോന്ന് പറഞ്ഞിരിക്കും. എന്നിട്ട് പിന്നെ സുബൈക്ക് അല്ലെങ്കിൽ നേരെ വെളുത്ത് അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ടൊക്കെ തിരിച്ചു പോയ സമയങ്ങളുണ്ട് ഞങ്ങൾക്ക്. അങ്ങോട്ട് പോയ സമയമുണ്ട്. അതെ അതെ അതെ, അങ്ങനെയുണ്ട്. ഓരോ പിരാന്താണ് ഞങ്ങളെ മൂഡ് എന്ന് പറഞ്ഞാല് സ്പോട്ടിലാണ്. ഇങ്ങനെയാണ്, അങ്ങനെ മാറുന്ന ആൾക്കാരാണ് ഞങ്ങള്. അപ്പോ അതുപോലെയുള്ള വേറെ സ്പോട്ട് ഇതും
ഇവിടെ ഉള്ള ആ ടീ ഷോപ്സിൽ വന്നിട്ട് സ്നാക്സും ചെറിയ എന്തെങ്കിലും സ്നാക്സ് കഴിക്കും, ടീ കഴിക്കും, എന്നിട്ട് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരും. ഇവിടെ ഇരുന്ന് ഇതുപോലെ ഇവിടെ അങ്ങനെ നിൽക്കും, ഈ കാറ്റുകൊണ്ടെങ്കിൽ ഇരിക്കും. ആ ഒരു ഏരിയ നല്ല കാറ്റൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ നിൽക്കും, ഇവിടെ അങ്ങനെ നടക്കും. അങ്ങനെ പറഞ്ഞാൽ നമുക്കിപ്പോൾ ആരും വരാനൊന്നുമില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യും, ആ അറൈവലിൻ്റെ അവിടെ പോയിട്ട് നിൽക്കും. അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒക്കെ ഓരോ മാഡ് ഐറ്റംസ് ആണ് നമ്മുടെ അടുത്തുള്ളത്. ഇന്നിപ്പം ഉണ്ടായിരുന്നു, എളാമുണ്ടായിരുന്നു. ഓക്കെ, ഈ ഫ്ലാഗ് ഇതൊരു ഫ്ലാഗാണ്. ഇവിടെ എയർപോർട്ടിലിന്റെ മുൻപിലുള്ള ഫ്ലാഗാണ്. ആണോ, നല്ല നിവർന്ന് നല്ല കാറ്റടിച്ച നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഫ്ലാഗ് ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഫ്ലാഗ് കാണാൻ കഴിയും. അതുപോലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യണതൊക്കെ നമ്മുടെ സീറ്റ് ഔട്ടിൻ്റെ അവിടെ ഇരുന്നാൽ കാണാൻ കഴിയും. കാരണം നമ്മൾ അത്ര അടുത്താണ്, ഈ എയർപോർട്ടിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സ്ഥിരം ചില്ലിങ് സ്പോട്ടാണ്. യായ്, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങള് വരുന്ന ഞങ്ങള് സാധാരണ വരാനുള്ള ടീ ഷോപ്സ് കാണിച്ചത്. കാണിക്കാന്ന് പറഞ്ഞാൽ ഈ റോഡ് ഇങ്ങോട്ട് തിരിയുന്ന ആ റോഡ് മൊത്തം ഷോപ്സാണ്, ടീ ഷോപ്സാണ്. ഒരുപാട് ടീ ഷോപ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ന കട എന്നൊന്നുമില്ല. ഞങ്ങൾക്ക് അപ്പം എവിടെയാണോ നിർത്താൻ തോന്നുന്നത് അങ്ങനെ നിർത്തിയിട്ടാണ് കഴിക്കാറ്. ഇതൊക്കെ ഇവിടുത്തെ ഓരോ ഷോപ്പുകളാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്നാണ് പൊതുവെ ഞങ്ങൾ കഴിക്കാറുള്ളത്. ഇവിടുന്ന് കുടിക്കലുണ്ട്. രാത്രി 1 മണി 2 മണി അതെ, ഒരു ഫുൾ ടൈം എന്നുള്ള ഇവിടെ നിന്നൊക്കെയാണ് സാധാരണ കഴിക്കാറുള്ളത്. നമ്മൾ പോകുകയാണ്. What are you doing? ഇനി ഞങ്ങള് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും വീണ്ടും സന്ധിക്കും വരേക്കും ഇതാണ് കുബ്ബ. കൊണ്ടോട്ടി നൂറ്റന്റെ കുബ്ബ. ചിലപ്പോ കൊണ്ടോട്ടി നൂറ്റുണ്ടാവും. ഇത് തങ്ങളെ വരാം. കൊണ്ടോട്ടി തങ്ങളെ പഴയ വീടുകൾ. ഇതാണ് തങ്ങളുടെ വീട് കേട്ടോ. കൊണ്ടോട്ടി തങ്ങളുടെ വീടായിരുന്നു ഒരു ടൈമില്. ഇവിടൊക്കെയാണ് എന്താണ് കൊടിമരം അല്ലേ? അതല്ലേ ഇനി പറയാം, കൊടിമരം. I think so. What happened? വണ്ടി നിന്നിരിക്കുന്നു.